ഇടുക്കി ജില്ലയിലെ ഒരു കുഞ്ഞു ഗ്രാമം കേരളത്തെ ആകെ ഞെട്ടിവിറപ്പിച്ച കഥയോർക്കുന്നുണ്ടോ? പാതി വഴിയിൽ സർവീസ് ഉപേക്ഷിച്ച ബസ്സിൽ തുടങ്ങിയ തർക്കം ഒരു തെരഞ്ഞെടുപ്പ് വിധി തന്നെ തിരുത്തിയ വീരഗാഥ. ഒരു നാടൊന്നാകെ അധികാരികളോട് തോറ്റോടുകയും പിന്നീട് കണക്ക് തീർക്കുകയും ചെയ്തൊരു പഴങ്കഥ. തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ മന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കി മറുപടി പറഞ്ഞ തങ്കമണിയുടെ കഥ. സിനിമാ കഥയല്ല, അങ്ങനെ ശരിക്കും ഒരു കഥയുണ്ട്, ചരിത്രമുണ്ട്. കേരളം കണ്ട ഏറ്റവും പൈശാചികമായ പോലീസ് നരനായാട്ടിന്റെ നേർസാക്ഷ്യം. തങ്കമണി ഒരു സ്ഥലപ്പേരാണ്. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വളരെ ചെറിയൊരു ഗ്രാമം. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെന്തുരുകി തീർന്ന ഒരു നാട്. കാക്കി കൂത്താടി എരിച്ചു കളഞ്ഞ തങ്കമണി. അക്കാലത്ത് തങ്കമണിയിലേക്കുള്ള റോഡുകളുടെ അവസ്ഥ ശോചനീയമായിരുന്നു. മണ്ണൊലിച്ചിറങ്ങിയ വഴിയിലൂടെ വേണം പോകാൻ. പുറത്തെ കട്ടപ്പന പോലുള്ള ടൗണുകളുമായി ബന്ധിപ്പിച്ചിരുന്നത് സ്വകാര്യ ബസ് സർവീസുകളായിരുന്നു. കച്ചവടത്തിനും വിദ്യാഭ്യാസത്തിനും ബസ് തന്നെ ശരണം. അതിൽ പ്രധാനി എലൈറ്റ് ആയിരുന്നു. അന്ന് വൈകിട്ട് തങ്കമണിയിലേക്കുള്ള ബസ് സർവീസ് അവർ പാറമടയിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. തങ്കമണി വരെയുള്ള ചാർജ് ഈടാക്കിയ ശേഷം പാറമട വരെ മാത്രം സർവീസ് നടത്തുന്ന പതിവ് രീതിയെ ബസ്സിലുണ്ടായിരുന്ന സ്ഥിര യാത്രക്കാരായിരുന്ന വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. അതിലൊരാളെ കണ്ടക്ടർ മർദ്ദിച്ച് അവശനാക്കി. സംഭവം നാട്ടുകാരിൽ വലിയ രോഷമുണ്ടാക്കുകയും അടുത്ത ദിവസം ബസ് തടയുകയും പിടിച്ചു വെക്കുകയും ചെയ്തു. വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്ത ബസ് ജീവനക്കാരൻ മാപ്പ് പറയണമെന്നത് മാത്രമായിരുന്നു അവരുടെ ആവശ്യം. ബസ് പിടിച്ചു വെക്കുകയും ചക്രങ്ങളുടെ കാറ്റഴിച്ചു വിടുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കാതെ ബസ് തിരികെ കൊണ്ടുപോകാനായി ഉടമ ദേവസ്യ പോലീസുമായി സംഭവ സ്ഥലത്തെത്തി. അതോടെ അതുവരെ നടന്ന സംഭവങ്ങൾക്ക് സ്വഭാവ മാറ്റമുണ്ടായി. പോലീസ് ജനങ്ങളോട് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ലാത്തി വീശുകയും ചെയ്തു. അതിനിടയിൽ ആരോ പോലീസിന്റെ ഔട്ട് പോസ്റ്റിനും ജീപ്പിനും തീവെച്ചു. ജനങ്ങളാണെന്ന് ചെയ്തതെന്ന് പോലീസും, മറിച്ച് പോലീസ് തന്നെ ചെയ്തതാണെന്ന് നാട്ടുകാരും വാദിച്ചു. സംഘർഷം മൂർച്ഛിച്ചതോടെ തങ്കമണിയിൽ കൂട്ടമണി മുഴങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പുരോഹിതനായിരുന്ന ഫാദർ ജോസ് കോട്ടൂരും പോലീസുമായി സംസാരിക്കാൻ മുന്നിലെത്തി. സമാധാനപരമായി സംസാരിച്ചിരുന്ന അച്ഛനെ CI തമ്പാൻ തള്ളിയിട്ടത് ജനങ്ങളെ പ്രകോപിപ്പിച്ചു. അക്രമം സഹിക്കാതെ ജനങ്ങൾ നിലത്ത് കിടന്ന കല്ലുകൾ വാരി പോലീസിന് നേരെ എറിയാൻ തുടങ്ങി. പോലീസ് വെടിയുതിർത്തു. ഈ സംഭവത്തിൽ ഒന്നും ഭാഗമല്ലാതിരുന്ന കോഴിമല അവറാച്ചൻ എന്നയാൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതിക്രൂരമായ പോലീസ് അക്രമങ്ങളെ ഭയന്ന് നാട്ടുകാർ ചിതറിയോടി. ആ രാത്രിയായപ്പോഴേക്കും സമരക്കാരായ പുരുഷന്മാർ കൃഷിയിടങ്ങളിലും മറ്റുമായി ഒളിച്ചിരുന്നു. പോലീസ് വണ്ടികൾ നിരനിരയായി തങ്കമണിയിലേക്ക് ഒഴുകിയെത്തി. കണ്ണിൽ കണ്ട നാട്ടുകാരെ കസ്റ്റഡിയിലെടുത്തു. സമരക്കാരെ കാണാതെ കലിയിളകിയ പോലീസ് അവിടെയുള്ള വീടുകളിലെല്ലാം കയറിയിറങ്ങി അക്രമം അഴിച്ചുവിട്ടു. തനിച്ചായിരുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു. വീടുകളും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. പണവും സ്വർണവും മോഷ്ടിച്ചു. അന്ന് കസ്റ്റഡിയിലെടുത്ത 30ഓളം ആളുകൾ പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിലും 3-ാം മുറയ്ക്കും ഇരകളായി. തങ്കമണിയിലെ സംഭവങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ പ്രതിഫലിച്ചത് കൊടുങ്കാറ്റിലും ശക്തമായാണ്. 1986 ഒക്ടോബർ 22-ന് തങ്കമണിയിൽ നടന്നതൊക്കെയും സ്വന്തം ദുരനുഭവമായി കണ്ട് കേരളം അവർക്കൊപ്പം നിന്നു. അന്നത്തെ കരുണാകരൻ സർക്കാരിനെതിരെ തങ്കമണിയുടെ മക്കൾ രൂക്ഷമായ ശബ്ദമുയർത്തി. വെടിവെപ്പിൽ രക്തസാക്ഷിയായ കോഴിമല അവറാച്ചന്റെ ശവകുടീരത്തിൽ തുടങ്ങി രാജ്ഭവൻ വരെയും തങ്കമണിക്കർ കാൽനട യാത്ര നടത്തി. 12 ദിവസം കൊണ്ട് 300 കിലോമീറ്റർ യാത്ര തുടങ്ങിയപ്പോൾ ഗ്രാമവാസികൾ മാത്രമായിരുന്നെങ്കിൽ യാത്രയിലുടനീളം കേരളത്തിലെ വിവിധ കോണുകളിൽ നിന്നുള്ള അനേകായിരങ്ങൾ ഒപ്പം ചേർന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. എന്നാൽ രാത്രിയുടെ മറവിൽ നടന്ന ക്രൂരതയ്ക്ക് തെളിവുണ്ടോ എന്നായിരുന്നു കെ കരുണാകരൻ തിരിച്ചു ചോദിച്ചത്. വാക്കുകൾ വിവാദമായി. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ ബാക്കിയിരിക്കെയായിരുന്നു തങ്കമണിയിലെ നരനായാട്ടും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും. അന്നത്തെ പ്രതിപക്ഷ നേതാവ് EK നായനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒന്നാകെ പ്രതിഷേധങ്ങൾ ഉയർന്നു. കൊലയാളി മുഖ്യൻ എന്നാണ് പ്രതിപക്ഷം കരുണാകരനെ വിളിച്ചത്. തങ്കമണിയുടെ ആഘാതം ചെറുതായല്ല കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിൽ ബാധിച്ചത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നേരിട്ട് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടും കേരളം കരുണാകരനോട് തങ്കമണിക്ക് വേണ്ടി കണക്ക് ചോദിച്ചു. 138-ൽ 78 സീറ്റുകൾ നേടി വമ്പൻ വിജയത്തോടെ ഇടതുപക്ഷം അധികാരത്തിലെത്തി. EK നായനാർ മുഖ്യമന്ത്രിയായി. ഇടുക്കിയുടെ ഒരറ്റത്തുള്ള കുഞ്ഞനൊരു ഗ്രാമത്തിന്റെ ചെറുത്തുനിൽപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ തന്നെ തകിടം മറിക്കുകയായിരുന്നു.